വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്കിന്ന് ഒരു റീഡിങ് എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തി അതാരായിരുന്നാലും പിന്നെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതായത് കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങൾ കമൻസ് അതുപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്, കാരണം അതും നമുക്കിതിൻ്റെ കൂടെ ആവശ്യമാണല്ലോ. ഓക്കെ, എന്താണ് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. നോക്കട്ടെ, നമുക്ക് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്ന് നോക്കാം. നൈറ്റ് ഓഫ് സൂട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ മാറിയിരിക്കുന്നു അദ്ദേഹം, അല്ലെങ്കിൽ അവർ ഒരുപാട് മാറിയിരിക്കുന്നു. കാരണം ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു എന്നാണ്. അതായത് ബിഗ് ചേഞ്ചസ് വന്നിരിക്കുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുന്നു. സീസ് ദ മൂമെൻറ്റ്, ജമ്പ് ഇൻ, അറൈവൽ, ഡിപ്പാർച്ചർ. ഇപ്പോൾ യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ടാണ് കാണുന്നത്, അസർട്ടീവായിട്ട് കാണുന്നു. ഡിറക്റ്റ്, ഹോണസ്റ്റ്, ക്വിറ്റ്, ടോക്കറ്റീവ്, ഇംപേഷ്യൻറ്റ്, ഇമ്പൾസീവ്, ഇൻ്റലക്ച്വൽ, ഡയറിങ്. അപ്പം കറേജസ്, ഫോക്കസ്ഡ്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും വിഷമങ്ങൾ, സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. എങ്ങനെയായിരുന്നു, പിന്നെ പാസ്റ്റിൽ എന്തായിരുന്നു, എന്നാൽ പ്രസൻറ്റ് കണ്ടീഷൻ ഇതാണ്. അപ്പോൾ പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകണം എന്ന് കരുതുന്നു. തളർത്തിയിരുന്ന പല കാര്യങ്ങളെയും അതിജീവിച്ചിരിക്കുന്നു. ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, അത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാർഡ്സ് നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്നാൽ ആ അവസ്ഥയിൽ നിന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് പ്രസൻറ്റ് കണ്ടീഷൻ എന്തായിരുന്നു എന്ന് നോക്കാം. പ്രസൻറ്റ് അല്ല, പാസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു എന്ന് നോക്കാം. പാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടു ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നതായിട്ട് കാണുന്നു. തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്ന് കാണുന്നു. കാർഡ് കാണുന്നില്ല അല്ലേ, സോറി. തീരുമാനങ്ങൾ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ്, സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരുന്നു. വളരെയധികം ദുരിതത്തിലായിരുന്നു. വളരെയധികം സാമ്പത്തിക ഞെരുക്കങ്ങൾ. ബിസിനസ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പിന്നെ എംപ്ലോയി ആകാം. അതർവൈസ് എന്തായാലും സാമ്പത്തികമായിട്ട് വളരെയധികം താഴെ പോയി. ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത, ഇതിപ്പം നമുക്ക് കഴിഞ്ഞ ഏതോ വീഡിയോയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ഇത് തന്നെയാണ് വന്നിരുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് റെസ്റ്റ് എടുത്തിരുന്നു എന്ന് കാണിക്കുന്നു. വളരെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി, റെസ്റ്റ് എടുത്ത് കിടന്നിരുന്നു. ഒന്നിനും ആവുന്നില്ല, സാമ്പത്തികമില്ല, ഒരു തീരുമാനങ്ങളും എടുക്കാൻ ഒരു സോഴ്സും കയ്യിലില്ല, ഒന്നിനും കഴിയാത്തൊരവസ്ഥ. അത് മാനസികമായി ഡള്ളായി, കിടന്നുറങ്ങുക അല്ലെങ്കിൽ തളർന്നുറങ്ങുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. മാനസികമായി തകർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒരു മനുഷ്യന്? കിടക്കുക തന്നെയാണല്ലേ ശരണം. അപ്പം നമുക്ക് പൈസയും കയ്യിലില്ല, ദാരിദ്ര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിലും ഒന്നിനും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആയിരുന്നു. എന്നാൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, സാമ്പത്തികമായിട്ടിപ്പോൾ വളരെയധികം പിന്നെ കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. അത് ബിസിനസ്സൊക്കെ പിന്നെ ഡെവലപ്പായിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിന്നെ കരിയറാണ്, എന്തായാലും ജോലിയാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ സാമ്പത്തിക നില മെച്ചപ്പെട്ടിരിക്കുന്നു വളരെയധികം. അതുകൊണ്ടൊരു പീസ് ഓഫ് മൈൻഡിൽ കാണുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. സാമ്പത്തികം വരുമ്പോൾ സാമ്പത്തികമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ അല്ല.
എന്നാൽ സാമ്പത്തികമില്ലാതെ നമുക്ക് കഴിയില്ല. സാമ്പത്തികമില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും തകിടം മറിയും. കാരണം ഇന്ന് സാമ്പത്തികത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ സാമ്പത്തികം ഇല്ല എങ്കിൽ അത് മാത്രമാണോ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ സാമ്പത്തികമില്ലെങ്കിൽ നമുക്കൊന്നിനും കഴിയുകയുമില്ല. അപ്പോൾ ഇപ്പോൾ അവസ്ഥ സാമ്പത്തികമൊക്കെ വന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള ചില തീരുമാനങ്ങൾ. ആദ്യത്തെ കാർഡ് നമ്മൾ പറഞ്ഞത് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി, അതും അങ്ങനെ തന്നെയാണ്. ബോൾഡായിട്ട് വന്നിരിക്കുന്നു, കാര്യങ്ങളെല്ലാം ബോൾഡായിട്ട് എടുത്തിരിക്കുന്നു, സമയം മാറിയിരിക്കുന്നു, സാമ്പത്തിക നില ഭദ്രമായിരിക്കുന്നു, ധൈര്യം വീണ്ടെടുത്തിരിക്കുന്നു, എനിക്ക് ചെയ്തു തീർക്കാനുള്ള എൻ്റെ ജോലികൾ ഞാൻ ചെയ്തു തീർത്തിരിക്കും, അതിന് എന്തെല്ലാം തടസ്സം എൻ്റെ മുമ്പിൽ വന്നാലും ശരി ഞാൻ ചെയ്തിരിക്കും. ആ ഒരവസ്ഥയിൽ ആൾ വന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ദുരിതം അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ആൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരുന്നു എന്നാണ്. ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നു. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്ന് വരെ തീരുമാനിച്ചു, ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ വരെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതാണ് നമുക്കിവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആ ഒരു കാർഡ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ സന്ദർഭങ്ങളിൽ നമ്മളുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നു. ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ എന്തിനീ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തകൾ വരും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പല പല വേണ്ടാത്ത ചിന്തകൾ വരും. അത്രയും ചിന്തകൾ വരെ വന്നിരുന്നു. അപ്പോൾ ഡിവൈൻ ഇപ്പോൾ അതിനൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കാണുന്നു. ഈ വിഷമങ്ങളെല്ലാം വന്നിരിക്കുന്നത് എനിക്ക് അനുഭവിക്കേണ്ട സമയം ഞാൻ അനുഭവിച്ച് തീർത്തിരിക്കുന്നു, ഇപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ സമയമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വളരെ ഊർജ്ജസ്വലനായ സാമ്പത്തികാവസ്ഥയിൽ വളരെ ഉന്നതി പ്രാപിച്ചിരിക്കുന്ന ഒരു യുവത്വത്തിനെ കാണിച്ചിരിക്കുന്നു. യുവത്വമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രായമായവരൊക്കെ ഇനി ഇതൊന്നുമില്ലേ, എനിക്കതൊന്നും ഇനി പിന്നെ ഇതിൽ പ്രായമുള്ളവർക്കൊന്നും നടക്കില്ലേ, അല്ല ഇനി ഇപ്പോൾ ചെറുപ്പക്കാർക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്നല്ല. നമ്മൾ കുറച്ച് ചെറുപ്പമാകുന്നു, പ്രായം ആയ ആൾക്കാർക്ക് ചെറുപ്പമാകുന്നു എന്നാണ്. എന്നുവെച്ചാൽ അവർ ഒരു യുവത്വത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്ത് സാമ്പത്തികത്തിനായാലും നമ്മളുടെ ചിന്തകൾക്കായാലും, ചിന്തകൾക്കാണ് പ്രാധാന്യം, ശരീരത്തിനല്ല എന്ന് മനസ്സിലാക്കണം. ചിന്തകൾ, അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിവിടെ സാധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സാമ്പത്തികം കയ്യിൽ വരുമ്പോൾ, സാമ്പത്തികമൊക്കെ നമ്മുടെ കയ്യിൽ വന്നു, നമുക്ക് അത്യാവശ്യം ജീവിത സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രായം പോലും കുറഞ്ഞു പോകും. ചിന്തകൾ യൗവനത്തിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ചിന്തകൾ യൗവനത്തിലേക്ക് വരിക, അല്ലെങ്കിൽ സാമ്പത്തികം വന്നു കഴിയുമ്പോൾ നമ്മൾ യൗവനത്തിലേക്ക് വരിക, ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ഊർജത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെയധികം നല്ല വൈബ് വന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ആക്ഷൻ എടുക്കുന്നത്? എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയുള്ള ആക്ഷൻ 6 ഓഫ് വാൻസ് ആണ്. നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ കുറച്ച് മാറി നിന്നിരുന്നു, ഒരു ബ്രേക്കപ്പ് ആയിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാലമായിട്ട് മാറി നിൽക്കുകയായിരിക്കാം. ഈ അവസ്ഥയിലൊക്കെ എങ്ങനെയാണ് ഒരാൾ, നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു കഴിഞ്ഞ പാസ്റ്റിലിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ആ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമുക്കൊരു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അതിനെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ സക്സസ് ആണ്. നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നു. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് എന്ന കാർഡാണ്. ഞാൻ ഇത്രേ കാണിക്കുള്ളൂ ലവേഴ്സ്, കാരണം അത്രേ കാണിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ കാർഡ് പറഞ്ഞു തരാം. ദ ലവേഴ്സ്. നിങ്ങൾ ടിൻ ഫ്ലെയിം ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ സോൾമേറ്റ്, ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് എന്ന് കാണിക്കുന്നു. അപ്പം നിങ്ങളെ നേടിയെടുക്കാതെ പറ്റില്ല. കാരണം നിങ്ങൾ സോൾമേറ്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ഞാൻ ഇന്നലെ എവിടെയോ ഒന്ന് വായിച്ചു, ടിൻ ഫ്ലെയിം എനർജി കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പിന്നെ ഇങ്ങനെ കണ്ടു. ടിൻ ഫ്ലെയിം എനർജിയെക്കുറിച്ച് വായിച്ചു നോക്കിയതാണ്, കിട്ടിയതാണ്. അപ്പം ടിൻ ഫ്ലെയിം എനർജി പിന്നെ നമ്മൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരാറുണ്ട്. ടിൻ ഫ്ലെയിം എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ ടാരോ ട്രേഡിങ് സ്ഥിരം കാണുന്നവരല്ലേ. അപ്പോൾ ടിൻ ഫ്ലെയിം എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് 2 വ്യക്തികളായിട്ട് ഈ ഭൂമിയിൽ ജനിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങളുടെ ചിന്തകൾ
നിങ്ങളുടെ പലതും സാമ്യമുണ്ടാവും. പല കാര്യങ്ങളിലും നിങ്ങൾ ഒരേ ചിന്താഗതിക്കാരായിരിക്കും, സാമ്യമുണ്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ ഈഗോ മറ്റേയാൾ മാറ്റി കൊടുക്കുന്ന ഒരവസ്ഥ വരും. അതാണ് നിങ്ങളെ കൂട്ടിമുട്ടിക്കുന്നത് തന്നെ അതിനാണ്. അതായത് ഡിവൈൻ നിങ്ങളെ കൂട്ടിമുട്ടിക്കുന്നത് തന്നെ ഒരാളുടെ കുറവുകളെ മറ്റേയാൾ പരിഹരിക്കും. അതിപ്പോൾ ഇമോഷണലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും നിങ്ങളെ ഇത് ലാസ്റ്റ് എത്തിക്കുന്നത് സ്പിരിച്വലി എവേക്കൻഡ് ആകുന്ന ആ അവസ്ഥയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ഈ ഒരു ബന്ധത്തിലൂടെ. അപ്പം നമുക്ക് കുറേ പെയിൻ ഉണ്ടാകും, കുറേ വിഷമങ്ങളുണ്ടാവും. ഈശ്വരൻ നമുക്ക് തരുന്ന പരീക്ഷണങ്ങളായിട്ട് ഇതിനെ നമുക്ക് കാണാം. നമ്മളിങ്ങനെ ഒരു സ്വർണത്തിനെ നമ്മളൊരു ഒലയിൽ വെച്ചിട്ട് നല്ല ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിനെ ചൂടാക്കി എടുത്തിട്ട് അടിച്ച് വെള്ളത്തിലിട്ടിട്ട് പിന്നെ അതിനെ എടുത്ത് അടിച്ച് ഉരുട്ടി ഒരു ഓർണമെൻ്റ് ആക്കി എടുക്കുന്ന മാതിരി നമ്മളെന്ന നമ്മളെന്ന വ്യക്തി എന്താണ്? സോളാണ്. അപ്പോൾ ആ സോളിനെ ഇങ്ങനെ അടിച്ച് മയക്കി മെരുക്കി എടുത്ത് ഒരു ഓർണമെൻ്റ് ആക്കി നമ്മളുടെ കഴുത്തിൽ നമ്മൾ അണിഞ്ഞു കൊണ്ട് നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് പദം വരാനുണ്ട്. അതിനാണ് ഈ ടിൻ ഫ്ലെയിം ഒരു എനർജി നമ്മളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് ഈ വക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ലേൺ ചെയ്യിപ്പിക്കുകയാണ്. ഡിവൈൻ തരുന്ന ലേൺ ആണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പഠനം നമ്മളുടെ സോളിന് വേണ്ടിയാണ്. പ്യുവറായിട്ടുള്ള സോൾ ആക്കി എടുക്കുവാൻ ഡിവൈൻ ചെയ്യുന്ന ചില കർത്തവ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ടോ, നിങ്ങൾ മാറിയിരുന്നു, സെപ്പറേഷനിൽ വന്നോ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല, ലൈഫിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല, നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ ഭ്രാന്തമായി നിങ്ങൾ സ്നേഹിച്ചു, പക്ഷേ നിങ്ങൾക്കത് തിരിച്ചു കിട്ടിയില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് എന്ന് വരുമ്പോൾ ഇതാണ് കാരണം. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ പലരെയും നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് മാറ്റി നമ്മൾ കളയാറുണ്ട്. ഇനി എനിക്ക് ആ ബന്ധം വേണ്ട, ഞാനിനി ഒരിക്കലും ഇല്ല, എനിക്ക് എന്നെ സ്നേഹിച്ചിട്ട് എന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ, എന്നോട് ഞാൻ കൊടുത്ത സ്നേഹം തിരിച്ചു തന്നോ, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ധാരാളമായിട്ട് വരും. ഈ കാർഡുണ്ടല്ലോ ഒരു ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാർഡാണ് 6 ഓഫ് ലവ്, ദ ലവേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ തന്നെ 6 ആണ്. അപ്പം നമുക്കത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഈ ഒരു കാർഡ് കിട്ടുമ്പോൾ. അപ്പം നിങ്ങളുടെ ആ ഒരു നന്മ നിങ്ങളുടെ രണ്ടുപേരുടെയും ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാം നല്ലതിനാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.